ഹായ് ഫ്രണ്ട്സ്, ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അറിയാമോ? പുള്ളിക്കാരി എഴുത്തിനിരുത്താൻ കൊണ്ടുപോയതാട്ടോ. എനിക്ക് പഠിക്കണ്ടായെന്നും പറഞ്ഞ് കിറിച്ച് നിൽക്കുക. സത്യം പറഞ്ഞാൽ എഴുത്തിനിരുത്തി തിരുമേനിയും കുഴഞ്ഞു. പിന്നെ ഈ കണ്ടു നിന്നവർക്ക് ചിരി അടക്കാനേ പറ്റില്ല. അമ്പലത്തിൽ നമ്മുടെ അടുത്ത് തന്നെ ഉള്ള ഒരു ഗണപതി അമ്പലത്തിൽ എഴുത്തിനിരുത്താൻ കൊണ്ടുപോയത്. ആ മുണ്ടുടിപ്പിച്ചപ്പോൾ തൊട്ട് എനിക്ക് പച്ചണ്ട, എനിക്ക് തിരിച്ചു പോകണം, എനിക്ക് വേണ്ടെന്നും പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. എഴുതിയോ അതുമില്ല. തിരുമേനി എല്ലാ വിധേയും നോക്കി, കോമഡി നോക്കി, എല്ലാ വിധേനയും നോക്കി. അവർക്ക് ബിസ്ക്കറ്റും കൊടുത്ത് എല്ലാ വിധേനയും നോക്കി. അച്ഛനും പറഞ്ഞു എടുത്തു. ഒരു രക്ഷയില്ലായിരുന്നു. നമുക്ക് പഠിക്കണ്ടെന്ന് പറഞ്ഞ ഒറ്റ കരച്ചിലായിരുന്നു. അവള് സത്യം പറഞ്ഞാൽ വിരല് ചൂണ്ടി എഴുതാൻ പറഞ്ഞിട്ട് അവള് വിരല് ചൂണ്ടത്തില്ല, മടക്കി ഇങ്ങനെ ഒടിക്കുക. അവൾക്ക് വായിക്കാത്ത തേൻ പിടിച്ചു കൊടുക്കത്തില്ലേ, അതിന് വാ പൊത്തിപ്പിടിച്ചൊക്കെ എനിക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ചിരിച്ച് മണ്ണ് ഏറ്റവും തിരുമേനി ഒരു വിധേന. എനിക്ക് തോന്നുന്നു തിരുമേനി തന്നെത്താൻ ഇരുന്ന് എഴുതിയെന്നാണ് തോന്നുന്നത് കേട്ടോ. ആദ്യമൊക്കെ അവിടെ ചേച്ചി ട്യൂഷന് പോകുമ്പോഴും ചേച്ചി പഠിക്കാനിരിക്കുമ്പോൾ തന്നെത്താനെ പഠിക്കാനും അവിടെ ട്യൂഷൻ പോകുമ്പോൾ എന്ത് ഉത്സാഹമാണെന്നറിയാമോ. പക്ഷെ കാര്യത്തോടടുത്തപ്പം എന്നെ മോളങ്ങ് നേരെ തീരുന്നു കേട്ടോ. എഴുതിയതേ ഇല്ല പുള്ളിക്കാരി. പിന്നെ അത് കഴിഞ്ഞ് സാവധാനം വീട്ടിൽ കൊണ്ട് ചെന്നിട്ട് നമ്മൾ ഹരിശ്രീ അവളെ കൊണ്ട് പറയിപ്പിച്ചായിരുന്നു. അപ്പം 2.5 വയസ്സ് കഴിഞ്ഞായിരുന്നു. 2.5 വയസ്സ് കഴിഞ്ഞില്ല, 2.5 വയസ്സായതേ ഉള്ളൂ. ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നാട്ടിൽ വന്നല്ലേ എഴുതിക്കാന്ന് വെച്ചാൽ അങ്ങ് എഴുതിച്ചാൽ 2.5 വയസ്സിൽ. സാധാരണ നമ്മുടെ ഇവിടെ 3 വയസ്സൊക്കെ ആയിട്ടാണ് എഴുതിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഇവളിപ്പം എല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് 2.5 വയസ്സായപ്പോഴേ അങ്ങ് എഴുതിക്കാൻ ഇരുത്തിയത്. അത് ഹോം എഴുതി ലാസ്റ്റ് വരെ കരഞ്ഞ് എനിക്കൊന്ന് നമ്മുടെ കാലത്തിനകത്ത് അരി കിടത്തില്ല, അതുവരെ അവൾ കൈ കൊണ്ട് തട്ടിക്കളഞ്ഞ് എനിക്ക് പഠിക്കണ്ടെന്നും പറഞ്ഞിട്ട്. എഴുതത്തില്ല, ചൂണ്ടുവല്ല തിരുമേനി പിടിച്ചപ്പോൾ അല്ലെങ്കിൽ വിരൽ മടക്കുക എനിക്ക് പഠിക്കണ്ടെന്നും പറഞ്ഞിട്ട്. എന്തായാലും ഒരു വിധേന തിരുമേനി എന്തായാലും പുള്ളിക്കാരി അക്ഷരം എഴുതിച്ച് കയ്യിൽ തന്നിട്ടുണ്ട്. അങ്ങനെ കണ്ടാലും അത് ഹരി Mama.